1400 വർഷം പഴക്കമുള്ള ഒരു പള്ളി സൗദിയിലെ ജിദ്ദയിലുണ്ട്. ഖലീഫ ഉമറിന്റെ കാലത്ത് നിർമ്മിച്ച ഈ പള്ളി പിന്നീട് അറിയപ്പെട്ടത് മസ്ജിദ് ഷാഫി എന്ന പേരിലാണ്. ഇന്ത്യയിൽ നിന്നും വിദഗ്ധരെത്തിയാണ് ഇതിന്റെ നിർമ്മാണം നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൂർത്തിയാക്കിയത്. ബലദിലെ ആ പള്ളിയുടെ കഥ കാണാം. സൗദിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട പുരാതന പ്രദേശമാണ് ജിദ്ദയിലെ ബലദ്. പണ്ട് മക്കയിലുള്ളവർ കപ്പലിറങ്ങിയത് ബലദിലാണ്, അതായത് മക്കയുടെ പ്രവേശന കവാടം. ഇവിടെയാണ് മസ്ജിദ് ഷാഫഈ നിലകൊള്ളുന്നത്. ഉമർ ഖലീഫയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് പള്ളിയെന്ന് കരുതുന്നു. പിന്നീട് പുനർനിർമ്മിച്ചപ്പോഴാണ് മസ്ജിദ് ഷാഫഈ എന്ന് പേര് ലഭിച്ചത്. യുനെസ്കോ പൈതൃക പ്രദേശമായ ബലദിന്റെ അകത്താണ് സ്ഥാനം. ഈ പള്ളി പുനരുദ്ധാരണം നടത്തിയത് ഇപ്പോൾ അബ്ദുള്ള രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഇവിടെ ജിദ്ദ യുനെസ്കോ പൈതൃക പട്ടികയിൽ തിരഞ്ഞെടുക്കുകയും ജിദ്ദ ഒരു ഹിസ്റ്റോറിക്കൽ നഗരമാവുകയും ചെയ്തപ്പോൾ കണ്ടമാനം ആളുകൾ ഈ പള്ളി ഇപ്പോഴും സന്ദർശകരായിട്ട് വരുന്നുണ്ട്. എല്ലാ നമസ്കാര സമയവും ഈ പള്ളി തുറന്നു നിൽക്കുകയും സന്ദർശകരെല്ലാം വന്ന് സന്ദർശനം നടത്തുകയും. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ വിവിധ വായനകളാണ് മദ്ഹബുകൾ. ഇതിലെ പ്രധാന പണ്ഡിതനാണ് ഇമാം ഷാഫഈ. ഷാഫഈ മദ്ഹബിന്റെ ജിദ്ദയിലെ പ്രധാന പഠന കേന്ദ്രം കൂടിയായിരുന്നു ഇത്. അതാണ് പുനർനിർമ്മിച്ചപ്പോൾ ആ പേര് വന്നത്. ഷാഫി മദ്ഹബുകാരനായ മുളഫർ രാജാവ് ഈ പള്ളി പുനർനിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ പേരിലാണ് ഈ മസ്ജിദ് ഇമാം ഷാഫിക്ക് ഇമാം ഷാഫി മസ്ജിദ് എന്ന് പേര് വരാനുണ്ടായ കാരണം. ഇസ്ലാമിക നിർമ്മിതിയിലെ ഏറ്റവും അറിയപ്പെട്ട നിർമ്മാണ ശൈലിയാണ് ഫാത്തിമി. ആ ശൈലിയിലെ മനോഹാരിതയ്ക്ക് പിറകിൽ ഇന്ത്യക്കാരുടെ കയ്യൊപ്പുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള തടികൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് വാതിലുകളും മേൽക്കൂരയും. ഇതിനായി ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധർ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതിൽ ഇന്ത്യൻ നിർമ്മിത കലാവിദ്യ നിർമ്മിച്ചാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിച്ചത് എന്ന് ഇതിൻ്റെ നിർമ്മാണത്തിലെ വൈദഗ്ധ്യം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ നിർമ്മിത കലയാണ് ഇതിൻ്റെ വാതിലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ജിദ്ദയിൽ സാധാരണഗതിയിൽ അറബ് രാജ്യങ്ങളിൽ കാണാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണമാണ്. ചുറ്റുഭാഗം നാലുകെട്ടുകളുള്ള നടുക്ക് ഒരു നാലുകെട്ടുള്ള ഒരു രീതിയാണ് ഇതിന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. റമദാനിൽ ഇവിടം സജീവമാകും. സാധാരണ സമയങ്ങളിൽ അത്ര തിരക്കുണ്ടാകില്ല. ഖുർആൻ പഠന കേന്ദ്രമായും പള്ളി ഇന്നും നിലനിൽക്കുന്നു. പള്ളിയുടെ കീഴെ പുരാതന പള്ളിയുടെ ഭാഗങ്ങൾ ഇന്നുമുണ്ട്. ചരിത്രം കൊണ്ട് സമ്പന്നമാണ് ബലദ്. അതിന് അലങ്കാരമായി നിൽക്കുകയാണ് ഈ പള്ളി. ബലദിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.